ഇന്നലത്തെ നമ്മുടെ വീഡിയോ ഇല്ലേ, ഏത് ആ പത്തിരിയും ബീഫ് വരട്ടും, അതിൻ്റെ അകത്തുണ്ടല്ലോ ആ ഒരു ബീഫിൻ്റെ റെസിപ്പി എവിടെ ഏത് ചോദിച്ചിട്ടെങ്കിൽ കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടാ. അപ്പോൾ ഇന്ന് പിടിച്ചോ നമ്മുടെ ബീഫ് വരട്ടിൻ്റെ റെസിപ്പി. അതിന് വേണ്ടിയിട്ടേ ഞാൻ 1.5 കിലോ ബീഫ് എല്ലോട് കൂടിയിട്ടുള്ളതാട്ടോ എടുത്തിരിക്കണേ. അതിൻ്റെ അകത്തേക്ക് ഞാനൊരു 3 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഉലുവയും പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി അതൊരു 3 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലോണം ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നേരെ ഒരു കുക്കറിലോട്ടെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഈ ബീഫിൽ നിന്ന് ശരിക്കും വെള്ളം ഇറങ്ങി വരും, എന്നാലും നമ്മളുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ബീഫ് വേവാനായിട്ടുണ്ടല്ലോ ഞാൻ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ പിന്നെ ഒരു 20 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ആ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ കുക്കർ വിസിലടിക്കില്ല കേട്ടോ. ഇനി നല്ല ചൂടാട്ടിയുള്ള ഒരു പാത്രം അങ്ങോട്ട് ചൂടാക്കിയിട്ടേ അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണയിൽ വേണ്ടത് ഉണ്ടാക്കാനായിട്ട്. ഇവിടെ തണുപ്പായതുകൊണ്ടാട്ടാ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ട് പിടിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ കടുകും പെരിഞ്ചീരകവും പിന്നെ കുറച്ച് ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ തേങ്ങാപ്പൂളുണ്ടല്ലോ അതൊരു 1/4 കപ്പോളം ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടേ ഈ തേങ്ങാപ്പൂളൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നല്ല കനം കുറച്ച് നീളത്തിലരിഞ്ഞ് 4 സവാള ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ സവാളയൊക്കെ ഉണ്ടല്ലോ നല്ലോണം അങ്ങോട്ട് വഴറ്റി നേർ പകുതിയായിട്ട് വരണം. ആ കളറൊക്കെ നല്ലോണം മാറണം കേട്ടോ, അതാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ മതിരിക്കും നമ്മുടെ സവാള. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ അങ്ങോട്ട് മാറി വരുമ്പോൾ വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനപ്പോൾ 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആട്ടാ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്തും പച്ചച്ചൊവയൊക്കെ അങ്ങോട്ട് പോയിട്ട് ഒരു കുഴ പാകത്തിൽ വരാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പോളം വെള്ളം കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒഴിച്ച വെള്ളമേ നല്ലോണം അങ്ങോട്ട് വറ്റി വരുമ്പോൾ നമ്മൾ സവാളയൊക്കെ നല്ല ഇങ്ങനെ കുഴ ആ ഒരു പാകത്തിൽ വരും. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാനായിട്ട്. ആ ബീഫിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വെറുതെയാണ് വെള്ളം ഒഴിക്കുന്നത്, പിന്നെ അടി പിടിച്ച് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ വെള്ളം ഒഴിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ഞാനൊരു പകുതി തക്കാളിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് അവിടെ അങ്ങനെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ കിടന്നിട്ടേ നമ്മുടെ ആ ഒരു ഗ്രേവിയൊക്കെ അങ്ങോട്ട് കുറുക്കി ആ മസാലയൊക്കെ ബീഫിൽ അങ്ങോട്ട് പിടിച്ച് വരണം. എന്നിട്ട് നമ്മുടെ ഫൈനൽ ടച്ചപ്പ് ആയിട്ടുള്ള കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലപ്പൊടിയും മല്ലിയിലയും പിന്നെ കുറച്ച് കറിവേപ്പിലോടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്നങ്ങോട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തോളും. ഇതുണ്ടല്ലോ എന്തോരം നേരം ലോ ഫ്ലെയിമിൽ വെക്കണോ അതനുസരിച്ചിട്ട് നല്ല കറുകറാന്ന് ഇങ്ങനെ വരും കേട്ടോ. ഞാൻ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കണമൊന്നുമില്ല, ഈ ഒരു പാകത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുണ്ടല്ലോ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയേ ചേർത്തിട്ടുള്ളൂ, കാരണം എൻ്റെ ആ ഒരു പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ ഇടയ്ക്ക് നിലക്ക് നമ്മൾ ഉപ്പ് നോക്കുമല്ലോ, അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അപ്പോഴും ചേർത്ത് കൊടുക്കാം കേട്ടോ.